ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എ സിയെ പറ്റി പറഞ്ഞല്ലേ? എ സിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ BEE ലെവലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയെ പറ്റി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതോടൊപ്പം ISI, ഏതൊരു എ സി വാങ്ങിക്കുമ്പോഴും ISI വേണം, അതോടൊപ്പം തന്നെയാണ് BEE ലെവൽ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഓരോ മാർക്കുകളെ പറ്റി, നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റാൻഡേർഡ്സിനെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ അവിടെയുമുണ്ട് ഈ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാർ റേറ്റിംഗ് ഇന്ത്യയിൽ മാത്രമുള്ളതാണ്. ഈ റേറ്റിംഗിനെ പറ്റി പറയുമ്പോഴാണ് ആ തലത്തിലേക്ക് നാം ചിന്തിക്കേണ്ടത്. സ്റ്റാർ റേറ്റിംഗ് ഇന്ത്യയിൽ മാത്രമുള്ളത് അല്ല എന്നല്ല, ഇന്ത്യയിൽ മാത്രമുള്ളതാണ് നമ്മുടെ സ്റ്റാർ റേറ്റിംഗ്. എന്നാൽ ഇന്റർനാഷണലും ആ റേറ്റിംഗ് ഉണ്ട്. ഇന്ത്യയിലെ സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത് ആരാണ്? BEE ആണ്, അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്. അത് 1 സ്റ്റാർ മുതൽ 5 സ്റ്റാർ മുതൽ വരെയാണ്. ആ സ്റ്റാറിനനുസരിച്ചിട്ട് പവർ സേവിങ് ആണ്. AC, ഫ്രിഡ്ജ്, ഫാൻ തുടങ്ങിയ 20ഓളം ഐറ്റത്തിനാണ് അത് ആപ്ലിക്കബിൾ. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് എന്ന് ചിന്തിക്കുക. മറ്റു രാജ്യങ്ങളിലുള്ളതോ? അമേരിക്കയിലുണ്ട്, അത് സ്റ്റാർ റേറ്റിംഗ് അല്ല, അതിനു പകരം എനർജി സ്റ്റാർ സർട്ടിഫൈഡ് എന്ന ലേബലാണ്. അതായത് മിനിമം എഫിഷ്യൻസി മീറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ കിട്ടുന്നത്. എന്നാൽ യൂറോപ്പിലോട്ട് നമ്മൾ വരികയാണെങ്കിലോ A+++ വെച്ചിട്ട് D വരെയാണ്. ഉദാഹരണമായി നമ്മളുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകളിൽ +2 കൊടുക്കില്ലേ, എന്താ ചെയ്യുക? A+, B+, C+ അല്ലേ? അതുപോലെ A+, B+, C+ പറഞ്ഞ പോലെ D വരെ കൊടുക്കുന്ന റേഞ്ചാണ് യൂറോപ്പിലുള്ളത്. A മുതൽ G വരെ. A എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എഫിഷ്യൻസി, Aനേക്കാൾ കൂടുതൽ A+ എന്നാ പറയുക. ഓസ്ട്രേലിയയിലാണെങ്കിലോ എനർജി റേറ്റിംഗ് ലേബില് സ്റ്റാർ സിസ്റ്റം തന്നെയാണ്. അത് 0.5 മുതൽ 10 വരെ സ്റ്റാർസ് ആണ് ഓസ്ട്രേലിയ കൊടുക്കുന്നത്. അത് ഇന്ത്യയെ പോലെ തന്നെയാണ്, പക്ഷെ ഇന്ത്യയിൽ 5 ആണ്, അവർക്ക് 10 ആണ്. ജപ്പാനിലാണെങ്കിൽ ടോപ്പ് റണ്ണർ പ്രോഗ്രാം എന്നാ കൊടുക്കുക. മാർക്കറ്റിൽ ദി ബെസ്റ്റ് പ്രോഡക്റ്റിനെ ബെഞ്ച് മാർക്ക് ആക്കും, ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. ലോകത്തെയും ഇന്ത്യയിലെയും ഐഡിയ സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. റേറ്റിംഗ് സിസ്റ്റം, കാൽക്കുലേഷൻ മെത്തേഡ് ഒക്കെ ഓരോ രാജ്യത്തിൻ്റെയും പോലെ തന്നെയാണ് നമ്മുടേതും. ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് നോക്കുമ്പോൾ ഒരേ സ്റ്റാർ റേറ്റിംഗ് നമുക്ക് നേരിട്ട് ഇല്ലെന്ന് തന്നെ പറയാം. കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ IEC, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ISO, ഇവയാണ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ISO കേൾക്കാറുണ്ട്, കാണാറുണ്ട് അല്ലേ? അതുപോലെ IECയും നാം കാണാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എല്ലാവരും അറിയുന്നില്ല, ക്വാളിറ്റി നോക്കുന്നവരാണ്, പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നവരാണ് അതറിയുന്നത്. ഇന്ത്യയിലെ 5 സ്റ്റാർ AC-യും ഫോറിൻ AC-യും എഫിഷ്യൻസി സെയിം ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെയിം അല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തുനിന്ന് നമ്മളൊരു AC കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഇവ റിപ്പയറിങ്ങും അതുപോലെ തന്നെ നമ്മൾക്കനുസരിച്ചുള്ള പവർ കൺസംഷൻ ആകണമെന്നില്ല. അവരുടെ സ്റ്റാൻഡേർഡ്സ് വേറേതാണ്, അവരുടെ തണുപ്പ് വേറേതാണ് എന്ന തലത്തിൽ ചിന്തിക്കുക. നമുക്ക് കൂടുതൽ ചൂടാണ്, അവർക്ക് കുറവ് ചൂടാണ്, അതിനനുസരിച്ചായിരിക്കും അവരുടെ പവർ സേവിങ് മെത്തേഡ് എന്ന് ചിന്തിക്കുക, അവരുടെ കൂളിംഗ് സിസ്റ്റവും. ഇപ്പൊ ഇന്ത്യയിൽ ഔട്ട്ഡോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35°C to 45°C വരെയാണ്. കഴിഞ്ഞ ദിവസം 42 ഡിഗ്രി വരെയൊക്കെ ആയി പാലക്കാട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ അത് യൂറോപ്പിലാകുമ്പോഴോ 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മളുടെ എഫിഷ്യൻസിയേക്കാളും കുറച്ച് ലോവറാണ് പുറത്തുള്ളത് എന്ന് ചോദിക്കുക. കൂളിംഗ് എഫിഷ്യൻസി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂളിംഗ് എഫിഷ്യൻസി കൂടുതലാണ്. ഇപ്പൊ ഇന്ത്യയിൽ AC ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സീസണൽ പെർഫോമൻസ് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ചിന്തിക്കും,
ഇന്ത്യയിൽ നിന്ന് ഒരു AC വാങ്ങിച്ചിട്ട് പോകാമെന്ന് യൂറോപ്പുകാരൻ വിചാരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താ പറ്റണത്? നമ്മളുടെ കൂളിംഗ് എഫിഷ്യൻസി ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ. യൂറോപ്പിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റും? റേറ്റിംഗ് വ്യത്യാസമായിരിക്കും സെയിം AC ആണെങ്കിൽ. ഇന്ത്യയിൽ നമുക്ക് പലതരം ക്വാളിറ്റി ഉണ്ട് അല്ലേ? ക്വാളിറ്റി മാർക്സ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ മാർക്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഏതിനാണ് എന്ന് നമുക്കറിയാം. ക്വാളിറ്റി, സേഫ്റ്റി, പ്യൂരിറ്റി, എഫിഷ്യൻസി എന്നിവ അറിയാനാണ് പലതരത്തിലുള്ള ക്വാളിറ്റി മാർക്സും സർട്ടിഫിക്കേഷൻ മാർക്സും ഉള്ളത്. ഇത് കാറ്റഗറി അനുസരിച്ചിട്ട് മാറും. ഇലക്ട്രിക്കൽ, ഫുഡ്, ഗോൾഡ്, എൻവയോൺമെന്റ്, ETC. ഇപ്പോ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ പറഞ്ഞു തന്നു ഗോൾഡിന് ബിസ്മാർക്ക് ഉള്ള ഗോൾഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. 916 എന്ന് പറയുമ്പോഴും ബിസ്മാർക്ക് വേണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പ്രധാനമായി ക്വാളിറ്റി മാർക്സ് അല്ലെ സർട്ടിഫിക്കേഷൻ ഓഫ് ക്വാളിറ്റി മാർക്സ് ഉള്ളത് 8 തരമാണ്. അത് ഏതൊക്കെയാണ് ആ 8 തരം? ഒന്ന് ISI മാർക്കാണ്. അപ്പോൾ ഓരോന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ISI മാർക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ്. ISI മാർക്ക് വരുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതിപ്പോൾ BIS ആയി. അത് ഇലക്ട്രിക്കൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനാണ്. അതിന് സേഫ്റ്റിയും ക്വാളിറ്റിയുടെയും ഉറപ്പിനാണ് അയൺ ബോക്സ്, ഫാൻ, വയറ്, സ്വിച്ച്, AC അതുപോലുള്ള ഐറ്റംസിനെല്ലാം ISI മാർക്കാണ്. അപ്പോൾ ഒരു ISI മാർക്ക് ഉണ്ടെന്ന് പറയുന്നത് സേഫ് പ്രോഡക്റ്റ് ആണ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ് അഗ് മാർക്ക്. അഗ് മാർക്ക് എന്ന് പറയുന്നതാണ് അഗ്രികൾച്ചറൽ മാർക്ക് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. അത് നൽകുന്ന ആരാണ്? ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനും ക്വാളിറ്റി ആണ്, പ്യൂരിറ്റി, ഗ്രേഡിംഗ് ആണ്. അത് കോക്കനട്ട് ഓയിലാണ്, ഹണിയാണ്, സ്പൈസസ് ആണ്. ഇവ ഗീക്കൊക്കെയാണ് കേട്ടോ. ഇവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ക്വാളിറ്റിയും ഗ്രേഡിംഗ് ആണ് അത് ഉറപ്പാക്കുന്നത്. അത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ഉദ്ദേശത്തിനാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? FSSAI മാർക്ക്. അതിന്റെ ഫുൾ ഫോം ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് FSSAI മാർക്ക്. അത് എന്തൊക്കെ ഉറപ്പിക്കുന്നു? ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ, പാക്കേജ്ഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മുടെ ഓരോ പാക്കേജ് വാങ്ങിക്കുമ്പോൾ, ഫുഡ് പാക്കേജ് മേടിക്കുമ്പോൾ അതിന്റെ പുറമെ നമ്മൾ കാണാറില്ലേ FSSAI. അപ്പൊ അത് ഫുഡ് ഐറ്റംസിനുള്ള മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ തന്നെയാണ്. അത് ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി നാലാമത്തതാണ് ബിസ് ഹോൾ മാർക്ക് എന്ന് പറയുന്നത്. കാര്യം ഗോൾഡിനും മറ്റുള്ളതിനൊക്കെ വരുന്നത്. അതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്. നേരത്തെ ISI കൊടുത്തിരുന്നത്. ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറി പ്യൂരിറ്റിക്കാണ് ബിസ് മാർക്ക് നൽകുന്നത്. അത് അഞ്ചാമത്തത് BEE സ്റ്റാർ റേറ്റിംഗ്. അതാണ് നമ്മളുടെ പ്രധാനമായത്. കാരണം ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നൽകുന്നത്. അത് എനർജി എഫിഷ്യൻസി മെഷറാണ്. കറന്റ് ബിൽ സേവിങ്, പവർ കൺസംഷന് വേണ്ടിയിട്ട് നമ്മുടെ ACക്കും ഫ്രിഡ്ജിനും ഒക്കെ നൽകുന്ന ആ സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഒന്നാണ് BEE എന്നത്. ഇനി ആറാമത്തത് ഇക്കോ മാർക്ക് എന്ന് പറയും. അതിന്റെ ഫുൾ ഫോം എന്താണ്? എൻവയോൺമെന്റ് ഉദ്ദേശിച്ചിട്ടാണ് ഇക്കോ മാർക്ക് വരുന്നത്. എക്കോ ഉദ്ദേശിച്ച തന്നെയാണ്. അതിൽ നിന്ന് തന്നെ അത് കിട്ടും. അതിൽ വരുന്നത് എന്താണ്? പൊല്യൂഷൻ കുറവുള്ളത്, ഇക്കോ സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാറിലൊക്കെ ഇക്കോ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡയമണ്ട് ലിങ്ക് വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാണുന്ന ഇക്കോ വെച്ചിട്ട്. അതാണ് അതിൽ വരുന്നത്. അത് വാഹനങ്ങൾക്കൊക്കെ വരുന്നതാണ്, പുക വരുന്ന അതിനെ പറ്റിയുള്ളതാണ്. ഇനി ഏഴാമത്താണ് FPO മാർക്ക് എന്നത്. അത് പ്രോസസ്ഡ് ഫുഡാണ്. പഴം, ഫ്രൂട്ട്സ്, ജാം, ജ്യൂസ് ഇതുപോലെ എല്ലാ ഐറ്റത്തിനും FPO മാർക്കുണ്ട്. ഹൈജീൻ ആൻഡ് ക്വാളിറ്റി ചെക്ക് ആണ് അതിൽ നിന്ന് വരുന്നത്. നെക്സ്റ്റ് ആണ് സിൽക്ക് മാർക്ക് എന്ന് പറയുന്നത്, വൂൾ മാർക്ക് എന്ന് പറയുന്നത്. ഒറിജിനൽ സിൽക്കിനെ വൂൾ തിരിച്ചറിയാൻ നമ്മളൊരു സിൽക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ പറയും, ദേ സിൽക്ക് മാർക്ക് കണ്ടോ, വൂൾ മാർക്ക് കണ്ടോ. പക്ഷെ നമ്മൾക്കൊന്നും അറിയില്ല, നമ്മൾ വിചാരിക്കുന്നത് എന്തോ ആണെന്ന്. പക്ഷെ ഒറിജിനൽ സിൽക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കാണ് സിൽക്ക് മാർക്ക് എന്ന് അറിയുക. അരോമ മാർക്ക് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് എന്തിനാണ് അരോമ മാർക്ക് വരുന്നത്? പ്രീമിയം അരോമ, റിച്ച് അരോമ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രോഡക്ട്സ് എഴുതും. അതൊരു മാർക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അത് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഒക്കെ കൊടുക്കുന്നതാണ്. നല്ല സുഗന്ധം ഉണ്ടെന്നുള്ളതാണ്. അതിന് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. അത് ക്വാളിറ്റി ഗ്യാരണ്ടി മാത്രമാണ്. അത് ആര് തരുന്നത്? അത് ആ കമ്പനി തരുന്നത്. ഫുഡ് മാർക്ക് വരുന്ന ഏതൊക്കെയാണ്? FSSAI ആണ്. അതോടൊപ്പം തന്നെ അഗ് മാർക്കാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അരോമ, പ്രീമിയം, ഗോൾഡ്, സ്പെഷ്യൽ എന്നൊക്കെ കൊടുക്കുന്നത് മാർക്കറ്റിംഗ് വേർഡ്സ് ആണ്. നമ്മളെ അതിൽ പെടുത്താൻ വേണ്ടിയിട്ട്, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അരോമ മാർക്ക്. അപ്പൊ നമ്മൾ എന്തായിരിക്കും? അത് ഫുഡിന്റെ മാർക്കാണ് എന്നാണ് നാം കരുതുക. അത് സ്മെല്ലിന് വേണ്ടി മാത്രമായിട്ട് മാർക്കറ്റിംഗ് ക്ലെയിം ആണ്. ഇത് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ISI ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, അഗ്മാർക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, FSSAI ഫുഡ് സേഫ്റ്റി, ബിസ്കോൾ മാർക്ക് ഗോൾഡ് പ്യൂരിറ്റി, BEE സ്റ്റാർ എനർജി സേവിംഗ്, ഇക്കോ മാർക്ക് ഇക്കോ ഫ്രണ്ട്ലി, FPO പ്രോസസ്ഡ് ഫുഡ്, സിൽക്ക് വുഡ് മാർക്ക് ടെക്സ്റ്റൈൽ അതോറിറ്റി. അപ്പോൾ നമുക്ക് ഈ ISI സേഫ്റ്റി, ഫുഡ്, FSSAI പ്യൂരിറ്റി, കാൾ മാർക്ക്, എനർജി, സ്റ്റാർ റേറ്റിംഗ്. പിന്നെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ബ്രാൻഡ് നെയിം മാത്രം നോക്കി വാങ്ങിക്കരുത്. ക്വാളിറ്റി മാർക്ക് നോക്കി വേണം വാങ്ങിക്കാണ്ട്. അതാണ് സേഫും സ്മാർട്ട് കൺസ്യൂമർ എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ അറിഞ്ഞത്, നമ്മൾ തുടങ്ങിയത് AC-യിലാണെങ്കിലും പക്ഷെ AC-യോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. AC-യെ പറ്റി, അതിന്റെ കൺസംഷനെ പറ്റിയൊക്കെ ഒത്തിരി പറയാനുണ്ട്. പക്ഷെ അതിനോട് ബന്ധപ്പെട്ടതാണ് നമ്മൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നു, മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറഞ്ഞത്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.